ജീവിതഘട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് ഇവൻറ്റ് തന്നെയാണ് മാരേജ്. വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നും രണ്ടുപേർ ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ദമ്പതിമാരെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏറെ പ്രധാനമർഹിക്കുന്നതും തുറന്നു പറയാൻ മടിക്കുന്നതുമായിട്ടുള്ള ഒരവസ്ഥയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത വിവാഹങ്ങൾ. ഞാൻ സഫ്വാന, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ന്യൂറോ സൈക്യാട്രി സെൻറ്റർ, മാങ്ങാട്രി. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വിവാഹങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ? വിവാഹം നടന്ന ശേഷവും സെക്ഷൽ ഇൻ്റർകോഴ്സ് അഥവാ ലൈംഗിക ബന്ധം നടക്കാതെ പോകുന്നത് പല ദമ്പതികൾക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. 1-2 വർഷമോ അതിലുപരി കാലങ്ങളോളം ഈ പ്രശ്നം ചില ദമ്പതികളിൽ നീണ്ടു നിൽക്കാറുണ്ട്. ആഴത്തിൽ നോക്കിയാൽ ഇതിന് പലതരത്തിലുള്ള കാരണങ്ങൾ കാണാം. വിവാഹം പൂർത്തിയാകാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ചില ശാരീരിക പ്രശ്നങ്ങളാണ്. പുരുഷന്മാരിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രീമച്വർ ഇജാക്കുലേഷൻ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടാവാം. സ്ത്രീകളിൽ വെജൈനിസ്മസ് അഥവാ അമിത ഭയം കൊണ്ടോ അമിത വേദന കൊണ്ടോ വെജൈനൽ മസിൽസ് കനം കൂടിയ സ്ഥിതിയിലേക്ക് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഇത് പലർക്കും മനസ്സിലാകാതെ വർഷങ്ങളോളം പോകാറുണ്ട്. കൃത്യമായ ചികിത്സ കിട്ടാതെ വരുന്നത് ഇത്തരം പ്രശ്നങ്ങൾ കൂടുന്നതിന് കാരണമാകുന്നു. മറ്റൊരു വലിയ കാരണമാണ് മാനസിക പ്രശ്നങ്ങൾ. പലരിലും അമിത ഭയവും അലട്ടലും കാണപ്പെടുന്നു. ചിലപ്പോൾ ബാല്യത്തിൽ നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ, അതിൻ്റെ ഭീതിയും കുറ്റബോധവും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടാവാം. ചിലരിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഈ അവസ്ഥയെ മോശമായി ബാധിക്കാറുണ്ട്. ലൈംഗികപരമായ അറിവിൻ്റെ കുറവും സംസ്കാരപരമായ നിരോധനങ്ങളും നിരവധി യുവാക്കളിൽ അശ്രദ്ധ, ഗിൽറ്റ്, ഭയം എന്നിവയുണ്ടാക്കുന്നു. ഇനി ഇതിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ദമ്പതികൾക്കിടയിലുള്ള ബന്ധം. എത്ര പേരാണ് വിവാഹത്തിന് ശേഷം ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്? തുറന്ന സംസാരമില്ലാതിരിക്കുക, അസ്വാഭാവികമായ ലജ്ജ തോന്നുക, ഒരാളിലുണ്ടാകുന്ന ഭയം രണ്ടാമനെയും ബാധിക്കുക മുതലായ കാരണങ്ങൾ ഈ പ്രശ്നം നീണ്ടുപോകാൻ കാരണമാകാറുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്താതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇരുവരും തുറന്നിരുന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം വൈദ്യപരമായ സഹായം തേടുക, മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രെയിൻഡ് തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ സെക്സ് തെറാപ്പി, കപ്പിൾ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, സെൻസൈറ്റ് ഫോക്കസ് തെറാപ്പി എന്നീ ചികിത്സാരീതികൾ പലർക്കും വളരെ ഫലപ്രദമായിട്ടുണ്ട്. പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം, ബന്ധത്തിൽ സ്നേഹം, വിശ്വാസം എന്നിവ കൂടിയാകുമ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് കൂടുതൽ ആനന്ദമുള്ളതാകുന്നു. അതിനാൽ ഭയപ്പെടാതിരിക്കുക, സഹായം തേടാൻ മടിക്കരുത്.